ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഭയങ്കര ക്രിക്കറ്റിൻ്റെ ആവേശത്തിലാണെന്ന് അറിയാം. നമ്മൾ എന്താ പറയുക, കുറച്ച് ദിവസം മുന്നേ മുംബൈക്കും ചെന്നൈക്കും RCBക്കൊക്കെ വേണ്ടി തല്ലുകൂടിയിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് ആയപ്പോൾ എല്ലാവരും ഇന്ത്യ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ക്രിക്കറ്റുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. തംബ്നെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറയുടെ ബോളിങ് എന്നെ പറ്റിയിട്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ഭയങ്കര ഓർക്കത് അത് എപ്പോൾ ആൾ ബോൾ എറിഞ്ഞാലും എന്താ പറയുക, റൺ എടുക്കാൻ പറ്റില്ല, വിക്കറ്റ് എടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ബോളറാണല്ലോ. അപ്പോൾ എല്ലാ ബാറ്റ്സ്മാൻമാർക്കും ഒരു പേടി സ്വപ്നമാണ് ബുംറയുടെ ബോളിങ്. അപ്പോൾ എങ്ങനെയാണ് ബുംറ ഇത്രയും നല്ല രീതിയിൽ പന്തെറിയണത്? അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണ്? അയാളുടെ ആക്ഷൻ്റെ പ്രത്യേകതകൾ എന്താണ്? അങ്ങനത്തെയുള്ള ചെറിയൊരു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബൗളർ നമുക്കൊരു ഫാസ്റ്റ് ബൗളറാണ് എന്ന് പറയണമെങ്കിൽ മിനിമം കുറച്ച് കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഒരു മിനിമം 130 എബോവ് സ്പീഡിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബോൾ എറിയാൻ പറ്റണം. അതുപോലെ തന്നെ ഇൻ സ്വിങ്ങും ഔട്ട് സ്വിങ്ങും, അതായത് ബോൾ പിച്ച് ചെയ്തതിന് ശേഷം ബാറ്റ്സ്മാൻ്റെ അടുത്തേക്കാണ് ബോൾ പോകുന്നതെങ്കിൽ ഇൻ സ്വിങ് എന്നും, ബാറ്റ്സ്മാൻ്റെ പുറത്തേക്കാണ് ബോൾ പോകുന്നതെങ്കിൽ അതിന് ഔട്ട് സ്വിങ് എന്നും പറയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ 130 km/h വേഗതയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ 6 ബോൾ എറിയാൻ പറ്റിയിരിക്കണം. പിന്നെന്താ പറയുക, അതുപോലെ യോർക്കറുകൾ, സ്ലോ ബോളുകൾ, ഇടയ്ക്കൊക്കെ സ്ലോ ബോളുകൾ, അങ്ങനെ ഇത്ര കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു ഫാസ്റ്റ് ബോളർ കുഴപ്പമില്ലാത്തൊരു ഫാസ്റ്റ് ബോളറാണ് നമുക്ക് പറയാം സാധാരണ. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ്. പക്ഷെ ഒരു ബുംറയെ പോലെ ആളെന്ന് പറയുമ്പോൾ ബുംറ ഇത് മാത്രം ചെയ്യണമെങ്കിൽ ബുംറ ഒരു സ്പെഷ്യൽ ബൗളറോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു പേടിക്കേണ്ട കാര്യമോ അല്ല. പക്ഷെ ഒരു സ്പെഷ്യൽ എബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് സാധാരണ അത്രയും ബോളേഴ്സിന് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരിക. ബുംറയുടെ കേസിലും എന്താ പറയുക, ഒരു ഫാസ്റ്റ് ബോളർ ലോകത്തിൽ നമ്പർ 1 ഫാസ്റ്റ് ബോളർ എന്ന് എനിക്കൊരു സ്പെഷ്യൽ എബിലിറ്റി ബുംറയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡിപ്പിംഗ് സമയം വളരെ കുറവാണ് ബുംറയുടെ. അതായത് ബോള് കയ്യിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷം പിച്ചിൽ നമ്മുടെ ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള ഗ്യാപ്പ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതിനാണ് ഡിപ്പിംഗ് ടൈം എന്ന് പറയുക. അത് വളരെ കുറവാണ്. ബോൾ റിലീസ് ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യേണ്ട ഇടയ്ക്കുള്ള സമയം വളരെ കുറവാണ്. ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യും. അതാണ് ബുംറയുടെ കേസിൽ സംഭവിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് മാഗ്നസ് എഫക്റ്റ് എന്നുള്ളൊരു സംഭവം ഫിസിക്സിലെ ചെറിയൊരു കൺസെപ്റ്റാണ് റിവേഴ്സ് മാഗ്നസ് എഫക്റ്റ്. അത് കാരണമാണ് ബുംറയുടെ കേസിൽ ഡിപ്പിംഗ് സമയം വളരെ കുറവായിട്ട് വരാനുള്ള കാരണം. അപ്പോൾ റിവേഴ്സ് മാഗ്നസ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുംറയുടെ കേസിലാണ് റിവേഴ്സ് മാഗ്നസ് എഫക്റ്റ് അപ്ലൈ ആവുന്നത്. സാധാരണ ബൗളേഴ്സിൻ്റെ കേസിൽ മാഗ്നസ് എഫക്റ്റാണ് വരണത്. അത് നമുക്ക് എന്താ നോക്കി നോക്കാം. അപ്പോൾ സാധാരണ ബോളേഴ്സിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. സാധാരണ ബോളേഴ്സിൽ ഇപ്പോൾ ഒരു ബാക്ക് സ്പിന്നിൻ്റെ കേസ് എടുക്കാം. ബാക്ക് സ്പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ ക്രിക്കറ്റ് ഒരു ബോളുണ്ട്. അപ്പോൾ ഇതിൽ ബോള് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബോളിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ബോൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബോളിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബോളിൻ്റെ മുകളിൽ കൂടെ താഴെ കൂടെയും എയർ പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബോളിൻ്റെ മുകളിലത്തെ കേസ് എടുക്കുമ്പോൾ ബോൾ റൊട്ടേറ്റ് ചെയ്യണതും എയർ പാസ് ചെയ്യണതും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടുത്തെ എയർ മോളിക്യൂൾസ് ഒരു ബെൻഡ് വഴി താഴ്ത്തിക്കാണ് ഒരു ബെൻഡ് ഉണ്ടാവുക. അവിടുത്തെ എയർ മോളിക്യൂൾസ് എല്ലാം താഴ്ത്തിക്കാണ് ഇതുണ്ടാവുക. അടിയിലത്തെ കേസ് പറയുമ്പോൾ ബോളിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷനും എയർ മോളിക്യൂൾസിൻ്റെ ഡയറക്ഷനും ഡിഫറൻ്റ് ആണ്. അതായത് അപ്പോൾ ഒരു റെസിസ്റ്റൻസ് പോലെയാണ് ബോളിൻ്റെ റൊട്ടേഷൻ ഉണ്ടാവുക അവിടെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മുകളിലൊരു ലോ പ്രഷറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എയർ മോളിക്യൂൾസൊക്കെ താഴ്ത്തി കയറാനും ലോ പ്രഷറാണ് മുകളിൽ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺസിൻ്റെ ഈ 3rd ലോ പ്രകാരം മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടാവുന്ന പറയണത്, ഒരു ലിഫ്റ്റ്. അതിനാണ് എന്താ പറയുക, മാഗ്നസ് എഫക്റ്റ് എന്ന് പറയണത്. ഇത് സാധാരണ ബോളേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ബോൾ എറിയുമ്പോൾ ബാക്ക് സ്പിൻ എറിയുമ്പോൾ ബോളൊന്ന് ഫ്ലൈ ചെയ്തിട്ടാണ് അത് പിച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ബാക്കിയുള്ള ബോളേഴ്സിൻ്റെ കേസിൽ ഡിപ്പിംഗ് സമയം വളരെ കൂടുതലായിട്ട് വരും. ഇത് സാധാരണ എല്ലാ ബോളേഴ്സിലും വരണ ഒരു എഫക്റ്റാണ്. പക്ഷേ ബുംറയുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറയുടെ കേസിൽ ഈ റൊട്ടേഷൻ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. ഈ റൊട്ടേഷൻ സ്പീഡ് ഭയങ്കര കൂടുതലായ കാരണം മുകളിലേക്കുള്ള ലിഫ്റ്റിന് പകരം താഴ്ത്തിക്കുള്ള ലിഫ്റ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവേഴ്സ് മാഗ്നസ് എഫക്റ്റാണ് നടക്കുക. മുകളിലേക്കുള്ള ലിഫ്റ്റിന് പകരം താഴ്ത്തിക്കുള്ള ഒരു പ്രഷറാണ് വരിക. പെട്ടെന്ന് തന്നെ ബോൾ പിച്ച് ചെയ്യും. അതും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല പിച്ച് ചെയ്യും. ബാറ്റ്സ്മാൻ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും ബോൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ. ആ ഒരു കാൽക്കുലേഷനല്ല ഇത് പിച്ച് ചെയ്യുന്നുണ്ടാവുക. അതിന് മുന്നേ ബോൾ ചിലപ്പോൾ പിച്ച് ചെയ്തെന്ന് വരും. അപ്പോൾ എന്താ പറയുക, ഒരു കാൽക്കുലേഷൻ മൊത്തം ബാറ്റ്സ്മാൻ്റെ കയ്യിലുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റ് മൊത്തം പോവും. ബാറ്റ്സ്മാൻ ഒരു വിക്കറ്റ് ആവുക അല്ലെങ്കിൽ എന്താ പറയുക, ബോൾ ഫേസ് ചെയ്യാൻ വരേക്ക് കളിക്കേണ്ട വിചാരിച്ച പോലെ കളിക്കാതെ പറ്റാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ബുംറയുടെ ബൗളിങ്ങിൻ്റെ എന്താ പറയുക, ഒരു ഫിസിക്സ് അവിടെയാണ് അപ്ലൈ ചെയ്യണത് ശരിക്കും.
മറ്റൊരു പ്രത്യേകത ബുംറയുടെ കേസിൽ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ബുംറയുടെ ആക്ഷൻ തന്നെയാണ്. ആ ഒരു ആക്ഷൻ കാരണം എന്താ പറയുക, കുറേയൊക്കെ ബാറ്റ്സ്മാൻ ചിലപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ആക്ഷൻ, അതുപോലത്തെ ആ ഒരു രീതിയിലുള്ള ഒരു ആക്ഷനാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എങ്ങനെയാണ് ബോൾ എറിയണത് എന്നുള്ളതൊന്നും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ സാധാരണ ബൗളേഴ്സിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് താഴ്ത്തിക്ക് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് വരുന്ന ഒരു കേസ്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് താഴ്ത്തിക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് വരുന്ന കേസ്, ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു ആക്ഷനായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ബുംറയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് താഴ്ത്തിക്കോ മുകളിലേക്കോ പോകില്ല, അതൊരു സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കും. റൈറ്റ് ഹാൻഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ബോൾ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇത് ബുംറയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതര ബോളിങ്ങാണ്. ആ ഒരു ആക്ഷൻ കാരണമായിരിക്കും ചിലപ്പോൾ ഇത്രയും എന്താ പറയുക, ആ ഒരു ബോളിൽ ഇത്രയും റൊട്ടേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഒരു ക്രിക്കറ്റ് ടീം എടുക്കുകയാണെങ്കിൽ അതിലുള്ളൊരു ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പോലത്തെ ഒരു സ്ഥലങ്ങളിൽ വേൾഡ് കപ്പ് പോലത്തെ വലിയൊരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബുംറ എന്ന് പറയുമ്പോൾ ബുംറയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ ബാറ്റ്സ്മാൻമാർക്കും ഈ ഒരു സ്പെഷ്യൽ ക്വാളിറ്റീസൊക്കെ ഉള്ള കാരണം എല്ലാ ബാറ്റ്സ്മാൻമാർക്കും ഒരു ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായ ബോളായിരിക്കും വരിക. അപ്പോൾ എന്താ പറയുക, ബുംറ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നും ഇന്ത്യക്ക് കപ്പെടുക്കാൻ പറ്റുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ് ടീം ഇന്ത്യ.